മലപ്പുറത്ത് കുടുംബ കോടതിക്ക് സമീപം ഭാര്യയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ഭർത്താവ് പിടിയിൽ. മേലാറ്റൂർ സ്വദേശി മൻസൂർ അലി അറസ്റ്റിലായി. ഞാനിന്ന് കൗൺസിലിങ്ങിന് വന്നതാണ് കോടതിക്ക്. അപ്പോൾ കൗൺസിലറെ അടുത്ത് പോയി അരമണിക്കൂർ കൊണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിനിങ്ങനെ പിടിച്ചു, കഴുത്തിലും പിടിച്ച്, നീ കോടതിക്ക് കഴിയണമല്ലേ ഇവിടെ എടുക്കാൻ കഴിയുള്ളൂ, ഇന്നെക്കൊണ്ട് പറ്റണ കുറച്ച് കാര്യങ്ങളുണ്ട്, നീ പുറത്തിറങ്ങൂല, പുറത്തിറങ്ങി അന്യം കുട്ടികളെയും ഞാൻ ശരിയാക്കും. അങ്ങനെ പെട്രോൾ ഒഴിച്ചു. എന്താണ് സംഭവിച്ചത്? പെട്രോള് ഒഴിച്ചപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ വായിൻ്റെ അവിടെ തടഞ്ഞു പിടിച്ചു. കയ്യുമ്മ കൂടെ ഒക്കെ ആയി, കുറച്ച് ഷാളിലൊക്കെ ആയി. ഉണ്ട്, തീപ്പെട്ടികളൊക്കെ ഉണ്ട്, സിഗർലൈറ്റ്. അവര് പിന്നെ ഒന്നിച്ചു പോണം, എന്ത് വേണമെങ്കിലും ഞാൻ എന്താ കോടതി പറയണു അങ്ങനെ ജീവിച്ചോളാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ പ്രാവശ്യവും അങ്ങനെ പറയല്. 7 വർഷമായിട്ട് ഇങ്ങനെ കൂടി പറയും പോവും. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ കോടതി വഴി പോയതാണ്. അപ്പൊ ഒരു മാറ്റമല്ല, അന്ന് മുതലും ഈ ബന്ധം അവർ തുടരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പിന്നെ ഗ്യാസ് തുറന്നു വിടുക, ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ഫാനുമേ കയറ് കെട്ടി തൂക്കുക, ഗുളികൾ കലക്കി തരിക, ബാത്റൂമിലെ ഷവറിന്റെ പൈപ്പിട്ട് കഴുത്തിൽ ഞെരുക്കുക, ഇങ്ങനെയൊക്കെ വിദേശത്തുനിന്നും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കോടതിയിൽ കൊടുത്തത്. പോലീസിനോട് മേലാറ്റൂർ പോലീസ് പരാതി കൊടുത്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം കൊടുത്തിട്ട് പരാതി സ്വീകരിച്ചിട്ടില്ല. നമ്മളും വേറെ വക്കീലും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ട് കിട്ടിയത്. പിടിച്ചു വാങ്ങി ഇതിനു മുമ്പ് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്പൊ തന്നെ കോർട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവരും വാൺ ചെയ്തു, അവരുടെ വക്കീലും വാൺ ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുള്ളത്. കാരണം അവര് പറഞ്ഞു ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ 3 പേര് ഇറങ്ങിയ സമയത്ത് പിറകെ നിന്നും വന്ന് അവരെ അറ്റാക്ക് ചെയ്യായിരുന്നു. പെട്ടെന്നുള്ള അറ്റാക്കായിരുന്നു, നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ CV അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ജീവൻ തന്നെ അപകടത്തിലാണ്, അതിനി എപ്പോൾ വേണമെങ്കിലും ആവർത്തിക്കപ്പെടുകയും ചെയ്യാം. അപ്പോൾ എന്താണ് ഈ നിയമ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനവും ഒക്കെ ഇതിൽ പറയുന്നത്? അഭിലാഷ, വലിയ ഒരു അപകടമാണ് ഇന്ന് മലപ്പുറത്ത് തലനാരിഴയ്ക്ക് ഒഴിവായിപ്പോയത്. കാരണം ഭാര്യയെ ജീവനോടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ, കോടതി മുറ്റത്ത് വെച്ച് കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഭർത്താവ്. മേലാറ്റൂർ സ്വദേശിനി റുബീനയാണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടത്തിൽ നിന്ന്, അല്ലെങ്കിൽ വലിയ ഒരു ഈ പ്രവൃത്തിയിൽ നിന്നും രക്ഷപ്പെട്ടത്. മൻസൂർ, അയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്. ഉച്ചയ്ക്ക് 1 മണി മൻസൂർ പുറത്തിറങ്ങി ഒരു കുപ്പിയിൽ പെട്രോൾ കൊണ്ടുവന്ന് റുബീനയുടെ ദേഹത്ത് ഒഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു. റുബീന ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും ചേർന്ന് ഈ മൻസൂറിനെ പിടിച്ചു വെക്കുകയും പെട്രോൾ കുപ്പി വലിച്ചെറിയുകയും ചെയ്തു. തുടർന്ന് മൻസൂറിനെ ഇപ്പോൾ പോലീസ് പിടികൂടി, അപ്പോൾ തന്നെ പോലീസ് പിടികൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ ഇപ്പോഴത്തെ ഒരു സംഭവം മാത്രമല്ല, ഒരുപാട് തവണ ഇത്തരത്തിൽ ജീവന് അപായപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റുബീന മാധ്യമങ്ങൾക്ക് മുമ്പിൽ അല്പസമയം മുമ്പ് പറഞ്ഞത്. പലപ്പോഴും ഇത്തരത്തിൽ ജീവനെ അപായപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വട്ടം പോലീസിൽ നിന്ന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ പരിഗണനയായതുകൊണ്ട് ഈ വേർപിരിയൽ നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മൻസൂറിനെതിരെ 307, അതായത് വധശ്രമത്തിനുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. പ്രതി ഇപ്പോൾ മലപ്പുറം പോലീസ് സ്റ്റേഷനിലാണുള്ളത്.